ദേ ഓസ്ട്രേലിയയിൽ സെറ്റിലായ ഒരു ഫാമിലിയുടെ നല്ലൊരു വീട് വന്നിട്ടുണ്ട്. അധികം താമസിക്കാത്ത വീടാണിത്. വെറും 6 ദിവസം മാത്രം ഇതിൻ്റെ ഓണർ ഇതിൻ്റെ അകത്ത് താമസിച്ചേക്കണം. വെറും 2 വർഷം മാത്രം പഴക്കമുള്ള വീട്, അതും പകുതി വിലക്ക്. കാരണം അവർ ഓസ്ട്രേലിയയിൽ സെറ്റിലായാണ്. ഇത്രയും ലുക്കുള്ളൊരു വീടാണ്. കണ്ട എന്താ നീറ്റ് ആൻഡ് ക്ലീൻ നോക്കി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. 2 വർഷം ആകുന്നേ ഉള്ളൂ ഈ വീട് പണിതിട്ട്. അതും നല്ല സ്ട്രോങ് ആയിട്ട് അത്രയും ക്വാളിറ്റിയോടുകൂടി പണിത വീട്. എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഈ വീഡിയോ തന്നെ പറയും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണാം. പിന്നെ ചില വീടുകൾക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ലൊക്കേഷൻ പറയുക. അതായത് വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവർ പറയും നമ്മുടെ അടുത്ത് ലൊക്കേഷൻ പറയരുതിട്ടാണ്. അങ്ങനെയുള്ള വീടുകൾ മാത്രമാണ് നമ്മൾ ലൊക്കേഷൻ പറയാത്തത്. ഈ വീടിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മുഴുവൻ കേൾക്കാം. കാഷ്യൂനട്ടൊക്കെ വീണ് കിടക്കണ്ട. തൊട്ടപ്പുറത്ത് കിണർ കണ്ടില്ലേ നിങ്ങൾ? ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. കിണർ 20 സെൻറ്റ് സ്ഥലമാണ്. അത് നല്ല സ്ക്വയർ ഫ്ലോട്ട്, നല്ല ന്യൂജനൊരു വീടും. സിറ്റ് ഔട്ടൊക്കെ ഉണ്ട്, വൈറ്റ് കോമ്പിനേഷനാണ്. എൻ്റെ സൗകര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോട്ടെ. ഈ വീട് കണ്ട ഇപ്പോഴും പുതുപുത്തം പോലെ തന്നെ കിടക്കുകയാണ്. കണ്ട വിശാലമായൊരു ഹാള്. കാരണം ഇവർ ഓസ്ട്രേലിയയിൽ സെറ്റിലായി. അവർ ഈ വീട് പണിത് ഇതിൻ്റെ കയറി താമസം കഴിഞ്ഞിട്ട് പോയതാണ്. പിന്നെ നാട്ടിലോട്ടേ വന്നിട്ടില്ല. അപ്പോൾ ഇത് വെറുതെ പൂട്ടിയിട്ടിട്ട് കാര്യമില്ലല്ലോ. അതും നല്ല പ്രൈം ലൊക്കേഷൻ. ഇതാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇരിക്കാനുള്ള ലിവിങ് സ്പേസാണിത്. വീട് വേറൊരു ലെവലെന്ന് പറയില്ല. അതേ കൂട്ട് അത്രയും നല്ല ക്വാളിറ്റിയിൽ നല്ല പ്ലാനിൽ വരച്ചേക്കുന്ന ഒരു വീടാണ്. ഇതേ ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേട്ടാ. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണാം. വേണ്ട ഫർണിച്ചർ കാര്യങ്ങളെല്ലാം ഉണ്ട്. കബോർഡ് എല്ലാം ഇപ്പോഴും പുത്തം പോലെ തന്നെ ഇരിക്കുകയാണ്. കേട്ടോ ബാത്റൂം ആകെ 6 ദിവസമാണ് ഇതിനകത്ത് താമസിച്ചേക്കണം. അത്രയും നല്ലൊരു വീടാണ് നമ്മൾ കൊണ്ടുവന്നേക്കണം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. കാരണം തീർച്ചയായിട്ടും ചാനൽ ഉപകാരപ്പെടും. ഡൈനിങ് ഹാളിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ നിങ്ങൾ? പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു ഓപ്പൺ സ്പേസൊക്കെ ഉണ്ട്. ഞാൻ എല്ലാവരും നിങ്ങളെ 1 by 1 ആയിട്ട് കാണിച്ചു തരാം. കാരണം ഒരു വീട് കാണുമ്പോൾ A to Z കാര്യങ്ങൾ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കോൾ ചെയ്യാം. ഉണ്ടോ ബാക്കിലൊക്കെ ആവശ്യത്തിന് സ്ഥലമാണ്. അവിടെ മാവ് കാര്യങ്ങളെല്ലാം നിൽപ്പുണ്ട്. എല്ലാം കായ്ക്കണ വലിയ മാവുകളുണ്ടോ. ഇതാണ് TV സ്പേസ്. നമ്മുടെ ഫാമിലി ലിവിങ് ആണ്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കി നിങ്ങൾ. ഒന്നും ചെറിയതൊന്നുമില്ല. ഇത് ഡ്രസ്സിങ് ഏരിയ, ഡ്രസ്സിങ് ടേബിള്, ബാത്റൂം. അങ്ങനെ ഇതേ കൂട്ടത്തെ വീടൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും സമയം ലാഭമാണ്. എന്താ ഒരു നല്ല വീടല്ലേ. ഒരുപാട് സൗകര്യമാണ്. അവിടെ ഇരിക്കാൻ വേണ്ടി ഒരു സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതിനകത്ത്. ഇനി നമുക്ക് കിച്ചണും പിന്നെ സർവൻറ്റിന് സെപ്പറേറ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനുള്ളൊരിതാണ്. ഇവിടെയൊക്കെ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി. കാരണം കംപ്ലീറ്റ് മെറ്റലിട്ടേക്കാണ്, ചെറിയ മെറ്റലേ. കാരണം പുല്ലും കാര്യങ്ങളൊന്നും മുളക്കാണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇൻവെർട്ടർ പോലും നിങ്ങൾക്ക് വാങ്ങിക്കണ്ട. ഇതാണ് വാഷ് കൗണ്ടർ ഏരിയ. അതേ അറ്റത്താകുമ്പോൾ കോർണറിലായിട്ട് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ വേറെ വേണ്ടട്ടാ. ഇതൊരു ഓപ്പണായിട്ട് കൊടുത്തേക്കുന്ന ഒരു ഇതാണ് ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. നിങ്ങളൊന്നും വാങ്ങണ്ട, എല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഉണ്ട് വാഷ് കൗണ്ടർ ഏരിയ. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് കിച്ചൺ കാണാം. ഇതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത്. ഇതും വലിയൊരു ഏരിയ ഉണ്ട്. ഇത് തൊട്ട് സൈഡിലായിട്ടൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് കിച്ചൺ. ഇവിടെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഇവിടെ തന്നെയാണ് കിണർ കാര്യങ്ങളെല്ലാം കൊടുത്തേക്കണം. ഇതിപ്പോൾ ആ ക്യാഷ് യൂണിറ്റിൻ്റെ ഇല വീണ് കിടക്കണേണ്. ഉണ്ട് നല്ല സ്പേസാണ്. 20 സെൻറ്റ് സ്ഥലമുണ്ട്. ഉണ്ട് വലിയൊരു കിണറുണ്ട്, നല്ല ശുദ്ധമായ വെള്ളം ഉണ്ട്. അത്യാവശ്യം എല്ലാ ഐറ്റംസും ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ഇത് സർവൻറ്റിനുള്ള റൂമാണ്. ഇതൊരു സർവൻറ്റ് റൂം. അതും അറ്റാച്ച്ഡാണ് കേട്ടോ. അതിൻ്റെ ബാത്റൂമാണ് നേരെ കാണുന്നത്.
സർവൻറ്റിനുള്ള റൂമും അതിൻ്റെ ബാത്റൂമും. ഇനി നമുക്ക് നേരെ മുകളിലോട്ട് ചെല്ലാം. ഇനി മുകളിലും കുറേ കാഴ്ചകൾ കാണാനുണ്ട്. വീടിനൊന്നും ഒരഴുക്ക് പോലും ഇല്ല, ഇപ്പോഴും പുതുപുത്തം. ഞാൻ 2 വർഷം ആകുന്നേ ഉള്ളൂ. സ്റ്റെയർ കേസൊക്കെ ഉണ്ട്. എല്ലാം നല്ല ന്യൂ മോഡൽ വീട്, അത്രയും ക്വാളിറ്റിയിൽ നല്ല ബ്രാൻഡഡ് മെറ്റീരിയലിട്ട് പണിതേക്കണത്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതേക്കണം. അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് ഇനി. ഇതാണ് മുകളിലത്തെ ഹാള്. ലെഫ്റ്റിൽ തന്നെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അതിവിടെ ഒരു ഓപ്പൺ സ്പേസാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തുണിയൊക്കെ അലക്കാനും ഉണക്കാനൊക്കെ ഈ ഒരു ഏരിയ ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുണ്ടോ? എന്താ ഒരു ഏരിയ നോക്കി. 4000 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത്. 4000 സ്ക്വയർ ഫീറ്റ്, 20 സെൻറ്റ് സ്ഥലം. ഇതിൻ്റെ ലൊക്കേഷൻ വരെ അങ്കമാലി കണ്ടോ. അങ്കമാലി ഹൈവേന്ന്, മെയിൻ ഹൈവേന്ന് 2ാമത്തെ വീടാണ്. വെറും 50 മീറ്ററേ ഉള്ളൂ ഹൈവേന്ന്. മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം, അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ, ബാത്റൂം, ഡ്രസ്സിങ് ടേബിള്, കബോർഡ് കാര്യങ്ങൾ. ഇത് അങ്കമാലി ടൗണിനടുത്ത് തന്നെയാണ്. മെയിൻ ഹൈവേ നമ്മുടെ 6 വരിപ്പാതയിൽ നിന്ന് 2ാമത്തെ വീടാണ്. ഈ വീടിന് ചോദിക്കണ വില 3.5 കോടി രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. നമുക്ക് ന്യായമായ വിലക്ക് കിട്ടും. അത് നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഞാൻ സാധാരണ വീടുകളിലൊക്കെ ഫൈനൽ റേറ്റാണ് പറയണത്. പക്ഷേ ഇത് നമുക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ന്യായമായിട്ടുള്ള വിലക്ക് കിട്ടും. അതാണ് ഞാൻ നെഗോഷ്യബിളാണെന്ന് തീർത്തും പറയണത്. കാരണം ഇവിടെ വലിയൊരു ബാൽക്കണി ഉണ്ട്. ഇതിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യായമായൊരു വിലക്ക് കിട്ടും. കാരണം നമുക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായതാണത്. അതാണ് ഞാൻ അങ്ങനെ തന്നെ പറയണം. കാരണം കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ട് തന്നെ പറയും. സാധാരണ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ഫൈനൽ റേറ്റാണ് പറയാറുള്ളത്. ഇത് അങ്ങനെ പറയേണ്ടതൊന്നും ഇല്ലെന്ന് തോന്നി. കാരണം ഇത് നമുക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി വില കുറവിന് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇരുന്ന് സംസാരിക്കാമെന്ന്. 4ാമത്തെ ബെഡ്റൂം, അതിൻ്റെ ബാത്റൂമൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ. ഒരു 6 ദിവസത്തെ ഉപയോഗമാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കണം. അതിൽ കൂടുതലൊന്നും ഈ വീട് ഉപയോഗിച്ചില്ല, പൂട്ടിയിട്ടേക്കണേണ്. അവർ ഓസ്ട്രേലിയയിൽ സെറ്റിലാണ്. ഇനി തൊട്ടിപ്പുറത്ത് വേറൊരു ഓപ്പൺ സ്പേസും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാ. ഇതിൻ്റെ ലൊക്കേഷൻ വന്നത് അങ്കമാലിയാണ്. അങ്കമാലി ടൗണിനടുത്ത് തന്നെയാണ്. ഈ കാണുന്ന 20 സെൻറ്റ് സ്ഥലവും 4000 സ്ക്വയർ ഫീറ്റ് വീടും. ഇതിന് ചോദിക്കണ വില 3.5 കോടിയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. കാരണം ഹൈവേന്ന് 2ാമത്തെ വീടാണ്. സെക്കൻഡ് ഫ്ലോട്ടാണ്. പുതിയ വീടാണ്. 2 വർഷം മാത്രം പഴക്കമുള്ളൂ. വെറും 6 ദിവസം മാത്രമാണ് ഇതിൻ്റെ അകത്ത് താമസിച്ചേക്കണ ഓണർ. അത് കഴിഞ്ഞിട്ട് അവർ ഓസ്ട്രേലിയയിൽ പോയിട്ട് പിന്നെ നാട്ടിലോട്ട് വന്നിട്ടില്ല. ഇത് റെഡിയാക്കി വരും. അതും വില നെഗോഷ്യബിളാണ്. നമുക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാവരും ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടാണ്. ഇനി ആരും ഡീറ്റെയിൽ പറഞ്ഞില്ല എന്ന് മാത്രം പറയരുത്. കാരണം ഇത്രയും നല്ല വീടൊക്കെ വരുമ്പോഴേക്കും നമ്മൾ വാങ്ങിച്ചോളണം. കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച വീടാണ്. അത്രയും ക്വാളിറ്റിയിൽ നിർമ്മിച്ച വീടുമാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞ് ഇനി ആരും ഡീറ്റെയിലും ലൊക്കേഷനും പറഞ്ഞില്ല എന്ന് മാത്രം പറയരുത്.